ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ടൂ വീലർ ലൈസൻസ് എടുത്ത ഉടനെ ആദ്യം ചൂസ് ചെയ്യുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ ആയിരിക്കും. മിക്കവാറും എല്ലാവരും എടുക്കാൻ നോക്കുക. അപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് ടൂ വീലർ എടുക്കുമ്പോൾ തന്നെ ചിലർക്ക് ഭയമായിരിക്കും, ഇത് എന്തെങ്കിലുമൊക്കെ പ്രശ്നമാവുമോ, വണ്ടിയിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടാവുമോ, വാങ്ങിച്ച് പെടുമോ എന്നൊക്കെ ഉള്ളൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിതിലിപ്പോൾ മെയിനായിട്ട് ഈ വാഹനം വാങ്ങുമ്പോൾ ഈ ഷോക്ക് ഓബ്സറുകൾ രണ്ടും ബാക്കും ഫ്രണ്ടും നല്ല കണ്ടീഷനാണെന്ന് നോക്കുക. എന്താ പറയുക, അത് കുറച്ച് എക്സ്പെൻസീവ് വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ ബോഡി പാർട്സുകൾ എവിടെയെങ്കിലും പൊട്ടലുണ്ടോ എന്ന് നോക്കുക. പിന്നെ അതിൻ്റെ ബാറ്ററി നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇഞ്ചൻ നമുക്കൊരു മെക്കാനിക്കിനെ കൂടെ കൂട്ടിയിട്ട് പോയിട്ട് ഇഞ്ചൻ ഭാഗം ചെക്ക് ചെയ്യുക. അപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഈ പേപ്പേഴ്സ് വർക്കാണ്. പേപ്പേഴ്സ് വർക്കിൽ നമുക്കിപ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് നമ്മൾ വാഹനം എടുക്കുന്നതിന് മുമ്പുള്ള എല്ലാ കേസുകളും പഴയ RC ഓണറിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ സപ്പോസ് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ തന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മളെ ഇതിൽ പാടില്ല. നമ്മൾ വാഹനം എടുത്ത ഉടനെ നമ്മുടെ പേർക്ക് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. വാഹനം നമ്മുടെ പേർക്ക് മാറ്റുക. അപ്പോൾ അതിന് ശേഷം വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ മാത്രമേ നമ്മളെ ബാധിക്കുള്ളൂ. അപ്പോൾ ആ ഭാഗം പേടിക്കേണ്ട. പിന്നെ നമ്മളിപ്പോൾ സൈറ്റൊക്കെ ഉണ്ട്, RTO സൈറ്റുകൾ, പരിവാഹൻ സൈറ്റൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും ഫൈനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഹെൽമെറ്റ് ഇടാതെ പോയ കേസോ ലൈസൻസ് ഇല്ലാതെ ഓടിച്ച കേസൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, വലിയ റിസ്ക്കുള്ള കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങൾ, ഇൻഷുറൻസ് കറക്റ്റാണോ നോക്കുക. അപ്പം നേരത്തെ ആൾ എടുക്കുമ്പോൾ അതിലവർ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. വാഹനം ഓടിച്ച് നോക്കുക. നമുക്ക് പെർഫെക്റ്റ് ആണെങ്കിൽ ഒരു മാർക്കറ്റ് വില അന്വേഷിച്ചിട്ട് ധൈര്യത്തിലെടുക്കാവുന്നതാണ്. ബൈ.